സാറേ, ആദ്യ രാത്രി പങ്കാളിയുമായി ഹോട്ടലിൽ താമസിക്കുന്നതിന് സർക്കാർ 23,122 രൂപ നൽകും. പിണറായി സർക്കാരല്ല, പിന്നെ നമ്മുടെ BJP കേന്ദ്ര സർക്കാരും അല്ല. അതായത് ഇവിടുന്ന് നേരെ UP-യിലെ അതോ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ നമ്മൾ നേരെ റഷ്യയിലേക്ക് പോകണം. അത്രയും ദൂരം. അപ്പോൾ അവിടെ വരെ പോകാനുള്ള പണം ആര് തരും? അത് നമ്മൾ കണ്ടെത്തണം. അവിടെ കണ്ടെത്തിയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർ പ്രത്യേക മന്ത്രാലയമൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞു. അതായത് ഇവർ ജോലിയുടെ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിന്, ഇത് നമുക്കിവിടെ ജോലിയുടെ ഇടവേളയിൽ അങ്ങനെ സംവിധാനം ഒന്നുമില്ല. പക്ഷേ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലിയുടെ ഇടവേളകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാർ. അതുപോലെ ഇവർ സെക്സ് മന്ത്രാലയം രൂപീകരിക്കുകയാണ് റഷ്യ. ഈ യുക്രൈനുമായുള്ള യുദ്ധം വന്നപ്പോൾ ധാരാളം ആളുകൾ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പുട്ടി പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ എണ്ണം കുറയുന്നു റഷ്യയിൽ. അപ്പോൾ ജനസംഖ്യ കുറയുന്നു. അപ്പോൾ ജനസംഖ്യ കുറയുന്നത് കൊണ്ട് സർക്കാർ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സർക്കാർ ഇതിനു വേണ്ടി പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുന്നു. അതിനു വേണ്ടിയിട്ട് പിന്നെ പങ്കാളികളുടെ ആദ്യ ഡേറ്റിങ്ങിന് ആദ്യമായിട്ട് ഡേറ്റ് ചെയ്യാൻ പോകാൻ 4,300, അതായത് അവിടുത്തെ 5,000 രൂപ, ഇവിടുത്തെ 4,390. ഇവിടെ നമ്മൾ ഡേറ്റിങ്ങിന് പോയ നാട്ടുകാർ സദാചാര പോലീസ് കെട്ടിയിട്ടടിക്കും. അപ്പം അവിടെ നേരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ 18-23 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് കുട്ടികളുണ്ടായാൽ 900 യൂറോ ലഭിക്കും. 97,282 രൂപയാണ്. ഉച്ചഭക്ഷണ ഇടവേളകളിൽ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് സാറിൻ്റെ ഇതിലേക്ക് വരാം. ഒന്ന് എന്ന് പറയുന്നത്, രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ ലൈറ്റുകൾ അണച്ചും ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇത് വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ. ഈ ഞാൻ ചോദിക്കുന്നത്, റഷ്യയിലെ ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് വലിയ ധാരണയില്ലേ? നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇത് സർക്കാർ ഇത് ഓർമ്മിപ്പിച്ചാലേ ഇതൊക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ട്. ഇനി ഇവിടുന്ന് റഷ്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരെ ഈ അവിടെ ചെന്ന് പിന്നെ വിവാഹം കഴിക്കണം, അതോ ഇവിടുന്ന് വിവാഹം കഴിച്ച് അവിടെ ചെല്ലുന്നവർക്കൊക്കെ ഉണ്ടോ ജോണേ? അവിടെ ചെന്ന് കല്യാണം കഴിക്കണം. അല്ല, അവിടുത്തെ പൗരന്മാരായിരിക്കണം അല്ലേ? അങ്ങനെ പറയുന്നുണ്ടോ? അവിടുത്തെ പൗരന്മാരായിരിക്കണമല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നു അവിടെ കല്യാണം കഴിച്ച് നമ്മൾ അവിടെ ആദ്യ രാത്രി അവിടെ സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണ്. അല്ലല്ല. അതുപോലെ ഓഫീസ് സമയത്ത് ഇടവേളകളിൽ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്, അതുപോലെ ചായ കുടിക്കുന്നത് ഭാര്യയും ഭർത്താവും അല്ലേ? അതെ, അതല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഭാര്യ ഒരിടത്ത് ജോലി, വളരെ ദൂരെ ജോലി. പിന്നെ കാമുകന്മാരാണെങ്കിലും ആകാം അവിടെ, അങ്ങനെ അതിന് പ്രശ്നമില്ലല്ലോ. ഇല്ല, അതൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇതിന് ഈ ലോകത്ത് മറ്റുള്ളിടങ്ങളിലേക്ക് എങ്ങാനും വ്യാപിക്കുമോ എന്നുള്ളതാണ് പറയാൻ പറ്റില്ല. ഒരു മാതൃകയായിട്ട് ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ എടുത്തേക്കാം. അവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ വിവാഹം കഴിക്കണമെന്നില്ല. നമ്മളിപ്പോൾ പ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളൊക്കെ ഇല്ല, അവരൊന്നും വിവാഹം കഴിച്ചിട്ടില്ല. അവർ പങ്കാളി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 3 കുഞ്ഞുങ്ങളുണ്ടാകുന്നു, 4 കുഞ്ഞുങ്ങളുണ്ടാകും. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നത് പോലും. അങ്ങനെയുണ്ട്. നമുക്കങ്ങനെയല്ലല്ലോ. നമ്മൾ മതാചാരപ്രകാരം കല്യാണം കഴിക്കുന്നു, അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാകും. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. നേരെ തിരിച്ച് ഈ റഷ്യയുടെ ഈ തീരുമാനം ഇപ്പം ട്രംപ് എങ്ങാനും അറിഞ്ഞോ? ട്രംപ് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഇതിനകത്ത് ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു കാര്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു. അതെ. അപ്പം കുറഞ്ഞതുപോക്കെ ഇനി കൂട്ടിക്കൊണ്ട് വരണം. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പറഞ്ഞത് ഇത്തിരി ക്രൂരമായിപ്പോയി കേട്ടോ. അല്ലേ? അതിനകത്ത് അങ്ങനെ തോന്നുന്നില്ലേ? ഒരു ക്രൂരതയുണ്ട്. ഇതിപ്പം നമ്മൾ ആ തുടക്ക സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നു. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വലിയ ക്രൂരതയായിട്ട് തോന്നുന്നു. കുറേയധികം പേര് പോയി മരിച്ചു. അതുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം വേറൊരു വഴികളിലൂടെ നടക്കട്ടെ എന്നുള്ള ഒരു പറച്ചില്ല. ജനസംഖ്യ ഉണ്ടാകണം എന്ന് ഒരാഗ്രഹിക്കും. ജനസംഖ്യ ഈ ചൈന ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചൈനയിൽ വലിയ ജനസംഖ്യാ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കി. അത് വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിച്ചു. കാരണം രാജ്യത്ത് മുഴുവൻ വൃദ്ധന്മാരാകുന്ന ഒരു അവസ്ഥ വന്നു. പിന്നീട് ഒരു കുഞ്ഞും കൂടെ, അതിന് ഈ ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയൊക്കെ. അപ്പോൾ ഈ ആളുകളെ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചൈന മാറ്റി.
അല്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതിന്റെ കണക്കില്ല. ഇന്നേ വരെ റഷ്യ പുറത്തു വിട്ടിട്ട്. ഇപ്പോഴാണ് അവർ സമ്മതിക്കുന്നത്. അതിനകത്ത് ഇതും കണക്ക് പറയുന്നില്ല. അവർ പറയുന്നത് നമുക്ക് നിരവധി പേര് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പം വലിയ ഒരു സംഖ്യ മരണത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് ഉണ്ടായി എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരത്തില്ല. അപ്പോൾ ഈ ഒരു യുദ്ധം ഉണ്ടാക്കി വെക്കുന്ന നഷ്ടം എന്താണെന്ന് പുടിൻ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം മറ്റ് പലയിടങ്ങളിലുമൊക്കെ പശ്ചിമേഷ്യയിലെ യുദ്ധമാണ്, അവരുമൊക്കെ ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ, അപ്പോൾ റഷ്യയിലെ ഈ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്നുള്ളത് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അവിടെ അതിലേറ്റക്കുറച്ചിൽ ഉണ്ടോയെന്നറിയത്തില്ലല്ലോ. അപ്പം ഇത് ഒരുപക്ഷെ മറ്റ് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളും ചിലപ്പോൾ ഇതൊരുപക്ഷെ ബാധകമാക്കാം. അവരുടെ ജനസംഖ്യ ഏത് തരത്തിൽ കുറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട്. പക്ഷേ എന്തായാലും ഇതിനകത്ത് ഒരു വളരെ എനിക്ക് തോന്നുന്ന റഷ്യക്കാർക്കൊന്നും ഇതൊന്നും വലിയൊരു തമാശയോ. ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെങ്കിൽ എന്തായാലും വലിയ പ്രക്ഷോഭം ഉണ്ടാവും, വലിയ സമരം, പ്രക്ഷോഭം, പ്രതിഷേധം, ഇത് ആ രീതിയിൽ ആളുകൾ എടുക്കും. പിന്നെ ഇതിന് ഒരുപാട് ദുർവിനിയോഗവും നടക്കും. കാരണം സർക്കാർ അനുമതി തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ. ഇപ്പം നമുക്കിവിടെയാണെന്നുണ്ടെങ്കിൽ ഉള്ള ആനുകൂല്യം എന്ന് പറയുന്നത്, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും ആദ്യത്തെ, അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഈ എന്താ സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുകയാണെങ്കിൽ സർക്കാർ ഒരു ധനസഹായം, അത് വലിയ തോതിലില്ല, അത് ചെറിയൊരു തുക കൊടുക്കുന്നുണ്ട്. പിന്നെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതോ സ്റ്റേറ്റിലും, ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. പിന്നെ അതുപോലെ പിന്നെ ലീവ് കൂട്ടിയിട്ടുണ്ട്. ഇവരുടെ പ്രസവാനന്തര ലീവ് 6 മാസം വരെ ആക്കിയിട്ടുണ്ട്. അല്ലാതെ അതിന്റെ പിന്നാമ്പുറം ഇത് ഇവിടെ അതല്ല, പ്രസവത്തിന് ശേഷമുള്ള കാര്യം അതല്ല. ഞാനത് കണക്ട് ചെയ്ത് വന്നതാ. ഇത് നോക്കുമ്പം നമുക്കിവിടെ ഉള്ളത് ഇത്തരത്തിലുള്ളതേ ഉള്ളൂ. പക്ഷെ റഷ്യക്കാരത് നേരെ വേറൊരു തരത്തിലാണ്. അല്ല, അതിനകത്ത് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയാം. കാരണം ജനത്തിന് സംഘർഷഭരിതമായ ഒരു ജീവിതമാണ് അവിടെ നയിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ഏറ്റവും ആസ്വാദ്യകരമായ ജീവിതത്തിലെ ഒരു കാലഘട്ടം മുഴുവൻ അവൻ്റെ പങ്കാളിയോടൊപ്പം കഴിയുക, അവരുമായി ലൈംഗികമായി സല്ലപിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. പക്ഷേ റഷ്യയിലെ ജനങ്ങൾ അതിൽ തൽപരരല്ല എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുന്നതിനകത്ത്. അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ നിർബന്ധപൂർവ്വം പറയേണ്ട കാര്യം, നിർബന്ധമല്ല, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇല്ല, ഇത് സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹനത്തിൽ വരുന്നതല്ല, ഇത് പ്രകൃതിയായുള്ള ഒരു കാര്യം. അതെ. സ്ത്രീ ഉണ്ടാവുക, പുരുഷനുണ്ടാവുക, സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷണ വിധേയരായി മാറുക എന്നുള്ളത്. അല്ലാതെ എല്ലാവരും ഇന്ന് ഇത്ര നാളിനകം കല്യാണം കഴിക്കാത്തവരെല്ലാം കല്യാണം കഴിച്ചോളണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് അത്തരത്തിലുള്ള ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാത്തവരുണ്ടാകാം, വിവാഹം കഴിച്ചിട്ട് അതിൽ വിരക്തിയുള്ളവരും ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ മാറി മാറി വരാം. അപ്പൊ റഷ്യക്കാരെവിടെയൊക്കെയോ ഇക്കാര്യത്തിനകത്ത് അവര് പിന്നിലാണോ? അത് അവിടെയാണ്. അവിടെ അപ്പോൾ ഈ സംഘർഷം അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിച്ചിരിക്കും. അതുമല്ല, ഇങ്ങനെയുള്ള ഒരു ഇണചേരൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു ജൈവികമായ പ്രക്രിയയാണ്. അത് ഈ ഇടവേളയിൽ ലൈംഗിക ബന്ധത്തിൽ അങ്ങനെ അത് പറയാൻ പറ്റത്തില്ല. ഇതല്ലാതെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനെ ഇവിടെ മറ്റുള്ളതിനെല്ലാം തന്നെ വലിയ ഇതൊക്കെ പറയുന്നവര്. അപ്പം റഷ്യയിലെ ഈ ഒരു കാര്യം നമുക്ക് ശാരീരികമായ ആകർഷണം കൊണ്ടല്ലല്ലോ ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് മനസ്സെന്ന് പറയുന്ന ഒരു വലിയ സംഗതി ഉണ്ട്. മനസ്സുകൊണ്ട് ആകർഷിക്കപ്പെടുമ്പോഴാണ് പിന്നെ ഇതിലേക്ക് പോകുന്നത്. അതെ, ഭാര്യയായാലും ഭർത്താവായാലും അങ്ങനെ തന്നെയാണ്. ഈ പുടിന്റെ ഉത്തരവ് വന്നപ്പോഴാണ് എനിക്ക് അതിനകത്ത് അതിശയം. പക്ഷെ മറിച്ച് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചാൽ ഇയാൾ അങ്ങനെ പറയുന്നവനാണ്. കാരണം ഇയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ഇയാൾക്ക് ഏത് സമയം ഇതൊക്കെ ഉള്ളു ജോലി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും റഷ്യയിലെ ഈ സെക്സ് മന്ത്രാലയം ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ രൂപീകരിക്കുമെന്നുള്ളത് മന്ത്രാലയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒഴുക്കായിരിക്കും റഷ്യയിലേക്കൊക്കെ.